കോഴിക്കോട് താമരശ്ശേരിയിൽ ബാർ ജീവനക്കാരന് വെട്ടേറ്റു. താമരശ്ശേരി ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഹസ്തിനപുരി ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ബിജുവിനാണ് വെട്ടേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. നല്ലൊരു മാന്യമായുള്ള ഒരാൾ അയാൾ വന്നിട്ട് എന്താ വെച്ചാൽ ഉള്ളിൽ കയറി ഞാൻ സാധനം അടിച്ച് ഞാൻ അയാളുടെ എന്തോ കച്ചറ ഉണ്ടാക്കിയപ്പോൾ ഈ ബിജു എന്ന് പറഞ്ഞ ആൾ ചോദ്യം ചെയ്തപ്പം പിന്നെ ഇയാൾ പുറത്തിറങ്ങുമ്പോൾ എന്നെ ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് നിന്ന്. അപ്പോൾ ഞാൻ എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും അയാൾ എതിർത്ത് എല്ലാം കൂടി നിന്ന്. അപ്പോൾ ഇയാൾ വളരെ സൈലൻ്റ് ആയിട്ട് വന്നിട്ട് ബാഗിൻ്റെ അടുത്ത് നിന്ന് ഒരു ബാഗ് എടുത്ത് അയാളെ വണ്ടീൻ്റെ മുകളിൽ വെച്ച് ബാഗ് ഇങ്ങനെ തുറന്നു നിന്ന്. അപ്പോൾ ഈ ബിജു എന്ന് പറഞ്ഞ ഇയാൾ എത്തുന്നവരെ ഇയാളൊന്നും ചെയ്തില്ല. വലിയൊരു കത്തി കൊണ്ടെടുത്തു. ഏകദേശം ഒരു വളരെ ഒരു നീളമുള്ള സാധനം അതെടുത്തിട്ട് ബിജു ഒറ്റ അതിൽ ശരിക്കും കഴുത്ത് അങ്ങോട്ട് മുറിഞ്ഞ ഒരു ഭാഗ്യം കൊണ്ട് ആൾ രക്ഷപ്പെട്ടേ ഉള്ളൂ. അയാളപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ഇടിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ വിട്ടിട്ടുണ്ട്. CK വിജയനുണ്ട് വിവരങ്ങൾ നൽകാനായി. CK, ഈ വെട്ടേറ്റ ആളുടെ നില എങ്ങനെയുണ്ടെന്നുള്ളത് ആദ്യം. ഇത് എന്താണ് ഈ വെട്ടിലേക്കും തലയിലേക്കും ഒക്കെ എത്തിച്ച സംഭവം? എന്താണ് അവിടെ ഉണ്ടായത്? രാവിലെ നമ്മൾ പത്തനംതിട്ടയിൽ ബാറിലെ ടച്ചിങ്സിൻ്റെ പേരിലാണ് അടി കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും ബാറിൽ നടന്ന മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ കുത്ത് നടന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അപകടനില തരണം ചെയ്തു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവന് പ്രശ്നമില്ല. പക്ഷേ എങ്കിലും അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് വലിയ രീതിയിലുള്ള മുറിവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് അറിയില്ല. കാരണം ബാറിനകത്താണ് ഇവർ തമ്മിലുള്ള അടിപിടി കശപിശയൊക്കെ നടന്നത്. അതിനുശേഷം ബിജു പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ കൂട്ടത്തിൽ നേരത്തെ ബാറിൻ്റെ അകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയ സംഘത്തിൽപ്പെട്ട ഒരാൾ പൊടുന്നനെ ബിജുവിന് നേരെ തിരിയുകയും കുത്തുകയും ചെയ്തിട്ടുള്ളത്.